തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം. മുസ്ലിം ജനസംഖ്യാ വർധന എന്ന നുണപ്രചാരണത്തിലൂടെ ഹിന്ദു സമൂഹത്തിൽ ഭീതി പരത്താനുള്ള ശ്രമം തീവ്ര വലതുപക്ഷ വർഗീയ ശക്തികൾ ഏറെക്കാലമായി തുടരുന്ന ഒന്നാണ്. സർക്കാർ രേഖ തന്നെ ഇത്തരത്തിൽ വ്യാജഭീതി പരത്താൻ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പ്രത്യക്ഷോദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ഈ വർഷം മെയ് 7 പ്രസിദ്ധീകരിച്ച വർക്കിംഗ് പേപ്പർ. ഇന്ത്യയടക്കം 167 രാജ്യങ്ങളിലെ ജനസംഖ്യാ വിന്യാസത്തിലെ മതന്യൂനപക്ഷ വിഹിതം എപ്രകാരമാണ് എന്നതായിരുന്നു റിപ്പോർട്ടിൻ്റെ വിഷയം. 1950-നും 2015-നും ഇടയിൽ മുസ്ലിം ജനസംഖ്യ 43.1% വർദ്ധിച്ചപ്പോൾ ഹിന്ദു ജനസംഖ്യ 7.8% കുറഞ്ഞു എന്ന തെറ്റായ കണ്ടെത്തലാണ് റിപ്പോർട്ടിലുള്ളത്. 2011 ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നില്ല. പിന്നെ അത് അനിശ്ചിതമായി നീണ്ടുപോവുകയായിരുന്നു. 2011 സെൻസസ് പ്രകാരം ഹിന്ദു ജനസംഖ്യ 96.63 കോടിയാണ്. ഇത് മൊത്തം ജനസംഖ്യയുടെ 79.8% വരും. മുസ്ലിം ജനസംഖ്യയാവട്ടെ 17.22 കോടിയാണ്. ആകെ ജനസംഖ്യയുടെ 14.2%. സമിതിയുടെ നിഗമനങ്ങളിലെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയകരമായ ചില ചോദ്യങ്ങൾ ഉയരുകയാണിപ്പോൾ. ജനസംഖ്യാ പഠനം നടത്തുന്ന സർക്കാരിതര സംഘടനയായ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സമിതിയുടെ വിശകലനത്തെക്കുറിച്ച് വിലയിരുത്തിയത് സ്ഥിതിവിവര കണക്കുകളുടെ വ്യാഖ്യാന രീതി വഴിതെറ്റിക്കുന്നതും അടിസ്ഥാനരഹിതവും ആണ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തകളെയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട സ്ഥിതിവിവര കണക്കുകളെയും കുറിച്ചും പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ജനസംഖ്യാ വിവരങ്ങളെക്കുറിച്ചാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. സമിതിയുടെ പേപ്പറിൽ ഷെയർ ഓഫ് റിലീജിയസ് മൈനോറിറ്റീസ് എ ക്രോസ് കൺട്രി അനാലിസിസ് 1950-2015 എന്ന ശീർഷകത്തിന് താഴെയുള്ള നിരീക്ഷണം ഇങ്ങനെയാണ്. ഹിന്ദു ജനസംഖ്യ 1950-ൽ 84.68%. 2015-ൽ അത് 78.06% കുറഞ്ഞു. മുസ്ലിം ജനസംഖ്യ 1950-ൽ 9.84% 2015-ൽ 14.09% വർദ്ധിച്ചു. ജൈന വിഭാഗത്തിൻ്റേത് 1950-ൽ 0.45% 2015-ൽ 0.36% കുറഞ്ഞു. സിഖ് ജനസംഖ്യ 1950-ൽ 1.24% 2015-ൽ അത് 1.85% വർദ്ധിച്ചു. 1950-ൽ 0.03% ഉണ്ടായിരുന്ന പാർസികൾ 2015-ൽ 0.004% കുറഞ്ഞു. 1950-നും 2015-നും ഇടയിൽ വിവിധ മതവിഭാഗങ്ങളുടെ ജനസംഖ്യയിലുണ്ടായ വ്യത്യാസം സമിതിയുടെ റിപ്പോർട്ടിൽ ശതമാനക്കണക്കിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഓരോ വിഭാഗവും 1950-ൽ ഇത്ര ശതമാനം ഉണ്ടായിരുന്നു, 2015-ൽ ഇത്ര ശതമാനമുണ്ട് എന്ന രീതിയിൽ. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ജനസംഖ്യാ വിഹിതത്തിൽ 4.25% വർധന എന്നത് 1950-ലെ മുസ്ലിം ജനസംഖ്യയോട് താരതമ്യം ചെയ്ത് 43.15% വർധനയുണ്ടെന്ന് സ്ഥാപിക്കാനാണ് റിപ്പോർട്ടിലെ ശ്രമം. ഈ രീതി പ്രകാരം ഹിന്ദു ജനസംഖ്യയിൽ 7.82% കുറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ 5.38%, സിഖുകാർ 6.58% വർദ്ധിച്ചതായുമുള്ള വ്യാഖ്യാനമാണ് റിപ്പോർട്ടിൽ ഇടം പിടിച്ചത്. പാർസികൾക്കാവട്ടെ 85% കുറവാണ് താനും. എന്നാൽ ബുദ്ധവിഭാഗത്തിൻ്റെ കണക്കിൽ ഇത്തരമൊരു രീതിയല്ല അവലംബിച്ചത്. മറ്റു വിഭാഗങ്ങളുടെ കണക്കിലുള്ള രീതി ബുദ്ധവിഭാഗത്തിൻ്റെ കാര്യത്തിലും സ്വീകരിച്ചാൽ 2015-ൽ 1520% വർധനയാണ് കണക്കാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ബുദ്ധന്മാരുടെ ജനസംഖ്യ 0.05% നിന്ന് ആകെ ജനസംഖ്യയുടെ
0.81% മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. ശ്രദ്ധേയമായ ഒരു വർധന എന്നു മാത്രമാണ് റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശം. മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയിലെ ആനുപാതിക വ്യത്യാസത്തെ രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുക വഴി തെറ്റായ നിഗമനങ്ങളിലാണ് റിപ്പോർട്ട് എത്തിച്ചേരുന്നത്. ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിന് നടുവിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. കോൺഗ്രസ് മുസ്ലിങ്ങളോട് കടുത്ത ചായ്വ് പ്രകടിപ്പിക്കുന്നു എന്ന് BJP നേതാക്കൾ വ്യാപകമായി പ്രചാരണം നടത്തിയത് ഹിന്ദുക്കളിൽ അരക്ഷിതബോധം കുത്തിവെക്കുന്നതിന് തന്നെയായിരുന്നു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിൻ്റെയുമെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പ്രകടമായി തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പടർത്തുന്ന തരത്തിലായിരുന്നു. സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ വിദ്വേഷമോ വിവേചനമോ പുലർത്താൻ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തിക്കൂടാത്തതാണ്. പോപ്പുലേഷൻ ഫൗണ്ടേഷൻ്റെ നിരീക്ഷണങ്ങൾ ഇപ്രകാരമാണ്. 1. പ്രജനന നിരക്ക് വിദ്യാഭ്യാസവും വരുമാന നിലവാരവുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അല്ലാതെ മതവുമായല്ല. മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യ പരിചരണവും സാമ്പത്തിക വികസനവും ഉള്ളിടത്ത് എല്ലാ മതവിഭാഗങ്ങളിലും പ്രജനന നിരക്ക് കുറവായിരിക്കും. ഉദാഹരണം കേരളം, തമിഴ്നാട്. 2. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളർച്ചാ നിരക്ക് 1981-1991 ദശകത്തിൽ 32.9% 2001-2011 ദശകത്തിൽ 24.6% കുറയുകയാണ് ഉണ്ടായത്. ഹിന്ദുക്കളിൽ ഇത് യഥാക്രമം 22.7%-16.8%. 3. ജനസംഖ്യാ വർധന, പ്രജനന നിരക്ക്, വിദ്യാഭ്യാസം, വരുമാനം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. മൊത്ത പ്രജനന നിരക്ക് മുസ്ലിം സ്ത്രീകളിൽ കുറഞ്ഞു വരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. എല്ലാ മതവിഭാഗങ്ങളിലും ഇത് കുറഞ്ഞു വരുന്നുണ്ട്. 1950 ശേഷം ഇന്ത്യയിലെ എല്ലാ പ്രബല മതവിഭാഗങ്ങളിലും ജനസംഖ്യാ വർധന ഉണ്ടായിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നേയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ രേഖകൾ തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ചും തെറ്റിദ്ധാരണാജനകമായ വ്യാഖ്യാനങ്ങൾ ചമച്ചും മുസ്ലിം ജനസംഖ്യാ വർധന എന്ന ഭീതി ജനിപ്പിച്ച് വർഗീയതയ്ക്ക് ആയുധമാക്കുന്നതിൻ്റെ ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് എന്ന് വ്യക്തമാണ്.